വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ മലയാളിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പ്രത്യേകമായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ ഈ കൊല്ലത്തെ ആഗോള മിഷൻ ദിനത്തിനായി നൽകിയ സന്ദേശം അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടും ലയോ മാർപ്പാപ്പ അത് തന്നെ അംഗീകരിച്ചിരിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒക്ടോബർ മാസം 19-ാം തീയതിയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കൊല്ലത്തെ ലോക മിഷൻ ദിനം ആയിട്ട് ആചരിക്കുന്നത്. സഭയിൽ പണ്ട് മുതലേ ആചരിക്കുന്ന ഒരു വലിയ ദിനമാണിത്. ലോകം മുഴുവനും സഭയുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനമാണ്. ആ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചിന്ത ഓരോ കൊല്ലവും നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിയുന്നതിനു വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും വലിയ ദൗത്യം. പ്രേക്ഷിത പ്രവർത്തനത്തിന് എല്ലാ വിശ്വാസികളും ചെയ്യേണ്ടത്. പ്രേക്ഷിത പ്രവർത്തനത്തിന് സാമ്പത്തികമായ സഹായം ആവശ്യമുണ്ട്. അതും സമാഹരിക്കുന്ന ഒരു വർഷത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ് ലോക മിഷൻ ദിനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മുൻകൂട്ടി തന്നെ സന്ദേശങ്ങൾ ഓരോ വർഷവും പ്രത്യേക പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പതിവാണ് ഉള്ളത്. ഫ്രാൻസിസ് മാർപ്പാപ്പ മരിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ജനുവരി മാസത്തിൽ തന്നെ ഈ ഒക്ടോബർ മാസത്തിലേക്കുള്ള സന്ദേശം നൽകുകയുണ്ടായി. ആ സന്ദേശം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മാർപ്പാപ്പ മുഖ്യ സന്ദേശമായി, മുദ്രാവാക്യമായി, ആപ്തവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സകല ജനങ്ങൾക്കുമിടയിലെ പ്രത്യാശയുടെ ദൂതന്മാർ എന്ന കാര്യമാണ്. അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ. 2025 ജൂബിലി വർഷമാണ്. തിരുസഭ മുഴുവൻ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ജൂബിലി വർഷം. അതുകൊണ്ട് തന്നെയാണ് ജൂബിലി വർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആചരിക്കുന്ന പ്രേക്ഷിത ദിനത്തിൻ്റെ ഈ സന്ദേശം നമുക്കായി നൽകുന്നത്. മാർപ്പാപ്പ പറഞ്ഞു തുടങ്ങുന്ന ഇതാണ്: പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത് പ്രത്യാശയുടെ ഒരു വലിയ പ്രവർത്തനം കൂടിയാണ് എന്ന് സമർത്ഥിക്കുകയാണ്. ഇത് വ്യക്തിപരമായി ഓരോ ക്രൈസ്തവനെയും, എല്ലാ ക്രൈസ്തവരെയും, അതുപോലെ തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരുടെ കൂട്ടായ്മയായ സഭ മുഴുവനെയും വ്യക്തിപരമായും സഭ ഒന്നിച്ചും ക്രിസ്തുവിൻ്റെ പാതയിലെ പ്രത്യാശയുടെ സന്ദേശവാഹകരും നിർമ്മാതാക്കളുമാണ് തങ്ങൾ എന്നുള്ള നമ്മുടെ അടിസ്ഥാന വിളിയെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മാർപ്പാപ്പ ഈ സന്ദേശം നൽകിയിരിക്കുന്നത്. ഉത്ഥിതനായ ക്രിസ്തുവിൽ നമുക്ക് പുതുജന്മം നൽകിയ വിശ്വസ്തനായ ദൈവത്താൽ ഏവർക്കും ഇത് സജീവ പ്രത്യാശയിലേക്കുള്ള കൃപയുടെ സമയമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് ഈ പ്രയോഗം നമുക്കറിയാം, സജീവ പ്രത്യാശയിലേക്കുള്ള കൃപയുടെ സമയം. പത്രോസ്ലീഹായുടെ 1-ാം അധ്യായം 3-4 വചനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സത്യം മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, ഉത്ഥിതനായ ക്രിസ്തുവാണ് നമുക്ക് വലുതായ പ്രത്യാശ പ്രദാനം ചെയ്യുന്നത്. ഉത്ഥാനം പ്രത്യാശയുടെ വലിയ അടയാളമാണ്. ഉത്ഥിതനെ പ്രഘോഷിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പ്രേക്ഷിത പ്രവർത്തനം എന്നത് നമ്മൾ മറക്കരുത്. ഇവിടെ നമ്മുടെ ക്രൈസ്തവ പ്രേക്ഷിത സ്വത്വത്തിൻ്റെ പ്രസക്തമായ ചില വശങ്ങളെപ്പറ്റി പറയാനാണ് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത്. അതുവഴി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനും സഭയിൽ ഒരു നവസുവിശേഷവൽക്കരണത്തിനായുള്ള
തീക്ഷ്ണതയാൽ കത്തി ജ്വലിക്കാനും നമുക്ക് കഴിയണം എന്നതാണ് മാർപ്പാപ്പയുടെ അഭിലാഷം. ഇരുണ്ട നിഴലുകൾ തങ്ങി നിൽക്കുന്ന ഒരു ലോകത്ത്, നമുക്കറിയാം ഒത്തിരി നിഴലുകൾ, അന്ധകാരം വ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ലോകത്ത് എന്നത് സത്യമാണ്. അതുകൊണ്ട് പ്രത്യാശയെ പുനർജീവിക്കാൻ അയക്കപ്പെട്ടവളാണ് തിരുസഭ എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇവിടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ എല്ലാവരും സോദരർ എന്ന ആ ചാക്രിക ലേഖനത്തിലെ ഒരു ചിന്തയാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് 9 മുതൽ 55 വരെയുള്ള നമ്പറുകളിൽ, ആ ലേഖനത്തിൻ്റെ നമ്പറുകളിൽ മാർപ്പാപ്പ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന നിഴലുകളെക്കുറിച്ച്, തിന്മയെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ലോകത്ത് പ്രത്യാശയുടെ കിരണം വീശി നിൽക്കേണ്ടത് സഭയാണ്, സഭയുടെ ദൗത്യമാണ്. അതാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട പ്രേക്ഷിത പ്രവർത്തനമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മാർപ്പാപ്പ ചില ചിന്തകൾ, ചില മാനങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. ഒന്നാമതായി മാർപ്പാപ്പ പറയാനായിട്ട് ശ്രമിക്കുന്നത് ക്രിസ്തുവിൻ്റെ പാതയിൽ നമുക്കുള്ള പ്രത്യാശ എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. ക്രിസ്തുവിൻ്റെ പാതയിൽ 2000 ആണ്ടിലെ വിശുദ്ധ മഹാജൂബിലി വർഷത്തിന് ശേഷം, 2000 വർഷം നമുക്കറിയാം മഹാജൂബിലിയായി കത്തോലിക്ക തിരുസഭ ലോകം മുഴുവനും ആഘോഷിച്ചതാണ്. നമ്മൾ അതിനുശേഷം 3-ാം സഹസ്രാബ്ദത്തിലെ ആദ്യത്തെ സാധാരണ ജൂബിലിയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ആദ്യത്തെ സാധാരണ ജൂബിലി 25 വർഷത്തിൽ ഒരിക്കലാണ് ജൂബിലി സഭയിൽ ആഘോഷിക്കുന്നത്. 2000 കഴിഞ്ഞ് 2025. അതിൻ്റെ ഇടയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ ഒരു ജൂബിലി വർഷം പ്രഖ്യാപിച്ചു. അത് അസാധാരണമായ ജൂബിലി വർഷമാണ്. എല്ലാ 25 വർഷത്തിലും ക്രമമായി ആഘോഷിക്കുന്ന ജൂബിലി വർഷത്തെയാണ് സാധാരണ ജൂബിലി വർഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു സാധാരണ ജൂബിലി വർഷത്തിലാണ് നാം. അതിൻ്റെ അന്ത്യഘട്ടത്തോടെ നാം അടുക്കുകയാണ് എന്ന കാര്യം ഓർക്കണം. നമ്മൾ ഒക്ടോബറിലാണ് ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ചരിത്രത്തിൻ്റെ കേന്ദ്രം ക്രിസ്തുവാണ്, നമുക്കറിയാമല്ലോ. ക്രിസ്തുവിൽ നമ്മുടെ ദൃഷ്ടികളെ നാം ഉറപ്പിച്ചുകൊണ്ട്, ആ ക്രിസ്തു എങ്ങനെയുള്ളവനാണ്? ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ ആയിരിക്കുന്നവനാണ്. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8-ാം തിരുവചനമാണ് വളരെ പ്രസിദ്ധമായ തിരുവചനം. നമ്മൾ ഈ സത്യം, അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരുവനാണ് എന്ന സത്യം നാം ലോകത്തോടെ പറയണം. നാം തന്നെ അത് ഉൾക്കൊള്ളണം, നാം തന്നെ അത് അനുസ്മരിക്കുകയും വേണം. നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് ഈശോ പ്രഖ്യാപിച്ചത് ചരിത്രത്തിലെ തൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇന്ന് എന്ന തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എന്നാണ്. ഐസ്യാസിൻ്റെ പ്രവചനം വായിച്ചുകൊണ്ട് ഈശോയെക്കുറിച്ചുള്ള ഒരു മുന്നേ ഉള്ള അറിയിപ്പാണത്. അത് വായിച്ചിട്ട് ഈശോ പറയുന്നത്, നിങ്ങൾ കേട്ട ഈ വചനം ഇന്ന് നിറവേറിയിരിക്കുന്നു. അപ്പം കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ ഇന്നിനെക്കുറിച്ചാണ് അത് പറയുന്നത്. അത് നിറവേറിയ കാര്യമാണ് പറയുന്നത് എന്ന് പാപ്പ നമ്മളെ ആദ്യമേ അനുസ്മരിക്കുകയാണ്. അപ്രകാരം സകല ജനത്തോടും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനും കർത്താവിൻ്റെ കൃപയുടെ വത്സരത്തിന് നാന്ദി കുറിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ പിതാവിനാൽ ഐക്യപ്പെട്ടവനാണ് താനെന്ന് ഈശോ സ്വയം വെളിപ്പെടുത്തുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇന്ന് നിറവേറിയിരിക്കുന്നത് അവൻ എന്നുമാണ്. അവനെപ്പറ്റിയുള്ള മഹത്തായ നമ്മുടെ പ്രഖ്യാപനം ഇതാണ്: യേശു ക്രിസ്തു, ഈശോ മിശിഹ ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് നാം കർത്താവിനെ കണ്ടുമുട്ടുന്ന ആ കാര്യം വളരെ പ്രധാനപ്പെട്ടതുകൂടിയാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം
16 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് ആ പ്രവചനത്തിൽ നാം കാണുന്നത്. ഐസിയാസ് പറഞ്ഞതാണ്, മുൻകൂട്ടി പറഞ്ഞതാണ് ആ കാര്യം. ലോകാന്ത്യം വരെ, ലോകത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുന്ന നിഗൂഢമായ ഇന്ന് എന്ന കാലഘട്ടത്തിൽ, ആ ഇന്ന് വളരെ പ്രസക്തമായൊരു വാക്കാണ്, ടുഡേ. അത് ലോകാന്ത്യം വരെ ആ ഇന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അത് നിഗൂഢമായി നിലനിൽക്കുന്നു. ക്രിസ്തു എല്ലാവർക്കും, പ്രത്യേകിച്ച് ദൈവം മാത്രം ഏക ആശ്രയമായിട്ടുള്ളവർക്ക് രക്ഷയുടെ പൂർണ്ണതയാകുന്നു. ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് ഉൾക്കൊള്ളേണ്ട കാര്യം. അവിടുന്ന് നമ്മുടെ രക്ഷകനാണ്, അവിടുന്ന് ആശ്രയം വയ്ക്കുന്നവരെ രക്ഷിക്കുന്നവനാണ് എന്ന ആ സത്യമാണ് നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ടത്. അതെല്ലാവരെയും അറിയിക്കുക. അതാണല്ലോ പ്രേക്ഷിത പ്രവർത്തനം, സുവിശേഷം. എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. ആദ്യമേ തന്നെ പരിശുദ്ധ പിതാവ് പറഞ്ഞു, വ്യക്തിപരമായും സഭാപരമായും, സഭ ഒന്നിച്ചും അത് ഈ കാര്യം പറയാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനത്തിൽ പൗലോസ്ലീഹ പറയുന്നതാണ്, നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാച് ബാധിതരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചു. അതായിരുന്നു ഈശോ ചെയ്തത് ഈ ലോകത്തിലായിരുന്നപ്പോൾ. ദരിദ്രർക്കും ഇതര ജനതകൾക്കും ദൈവത്തിലുള്ള പ്രത്യാശയെ അവിടുന്ന് പുനഃസ്ഥാപിച്ചു. അതാണ് അവിടുന്ന് ചെയ്തത്. വലിയ പ്രത്യാശ ജനിപ്പിച്ചു ജനങ്ങളിൽ. പാപമൊഴികെയുള്ള എല്ലാ മാനുഷിക ബലഹീനതകളും അവിടുന്ന് അനുഭവിച്ചു. അതാണ് പാപമൊഴിച്ച എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് മനുഷ്യൻ്റെ ഭാഗധേയം പങ്കുചേർന്നു എന്നതാണ്. അത് നമ്മൾ ഓർക്കണം. ഗെത്സമനിയിലെയും കുരിശിലെയും വേദനാജനകമായ നിമിഷങ്ങളിലും, രക്തം വിയർത്ത നിമിഷമാണ് പ്രാർത്ഥനയുടെ നിമിഷത്തിൽ ഗെത്സമേൻ തോട്ടത്തിൽ സംഭവിച്ചത്. കുരിശിലും അതുപോലെ തന്നെ കഠിനമായ പീഡകളേറ്റാണ് അവിടുന്ന് മരിച്ചത്, നമുക്ക് രക്ഷ നേടിത്തന്നത്. ആ നിമിഷങ്ങളിലും, പ്രത്യാശ നഷ്ടപ്പെട്ടേക്കാവുന്ന നിർണായക നിമിഷങ്ങളിലും എല്ലാം അവിടുന്ന് തളർന്നില്ല. ഈശോ തളർന്നില്ല. നമുക്കൊരു വലിയ വഴി, പാത അവിടുന്ന് കാണിച്ചു തന്നിരിക്കുന്നത് അതാണ്. അത് നമ്മൾ ഓർക്കണം. മനുഷ്യകുല രക്ഷയ്ക്കായി, നമ്മുടെ എല്ലാം രക്ഷയ്ക്കായി ദൈവമൊരുക്കിയ പദ്ധതിയോട് അനുസരണയും വിശ്വാസവുമുള്ളവനായി നിന്നുകൊണ്ട് പ്രത്യാശയുള്ള ഒരു ഭാവിക്കായി, ഒരു ഫ്യൂച്ചർ, അതിനായി സമാധാന പദ്ധതിക്കായി അവിടുന്ന് എല്ലാം പിതാവായ ദൈവത്തിൽ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. യെരമ്യായുടെ പ്രവചനത്തിൽ നമ്മളിത് കാണുന്നുണ്ട്, ഇതിൻ്റെ സൂചന 29 അധ്യായം 11. അപ്പോൾ ഇപ്രകാരം കടുത്ത പരീക്ഷണങ്ങൾക്കിടയിൽ പോലും, അതാണ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മരണനിമിഷത്തിലും കഠിനമായ വേദന അനുഭവിക്കുമ്പോഴും ഈശോ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ ശിഷ്യന്മാരെ അയച്ച ഉത്തിതനായ കർത്താവിൻ്റെ ആഹ്വാനത്തിനുള്ള മറുപടിയാണ് നമ്മുടെ ജീവിതം എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. കർത്താവിൻ്റെ കടുത്ത പരീക്ഷണങ്ങൾക്കിടയിൽ പോലും പ്രത്യാശയുടെ ദിവ്യദൂതനായി ദൈവം പരമേൽപ്പിച്ച ദൗത്യം നിറവേറ്റുന്നവരുടെ ഉത്തമ മാതൃകയായി ഈശോ അങ്ങനെ മാറി. അതാണ് നമ്മൾ കാണുന്നത്. കടുത്ത വേദനയുടെ നിമിഷത്തിൽ, പ്രലോഭനത്തിൻ്റെ നിമിഷത്തിൽ പിടിച്ചു നിൽക്കുന്ന ഈശോ പ്രത്യാശയുടെ ഒരു മാർഗമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. തൻ്റെ ശിഷ്യരിലൂടെ അവരെ എല്ലാ മനുഷ്യർക്കുമായി ഒരു രഹസ്യ സാന്നിധ്യമായി അവരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടും ഈശോ മനുഷ്യരാശിക്കായുള്ള പ്രത്യാശയുടെ ശുശ്രൂഷ തുടർന്നുകൊണ്ട് ഇരിക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. തൻ്റെ ശിഷ്യരിലൂടെയാണ്, അല്ലെ നമ്മളിലൂടെയാണ് ഇന്ന് ഈശോ ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരിലേക്കും നമ്മളെ അയക്കുകയാണ്. അവിടുന്ന് ശിഷ്യന്മാരെ അയച്ചതുപോലെ അവിടുന്ന് രഹസ്യമായി ഒരു സാന്നിധ്യമായി നമ്മുടെ മുമ്പിലുണ്ട്, നമ്മോട് കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയാണ്
ഈശോ മനുഷ്യരാശിക്ക് മുഴുവനുമുള്ള പ്രത്യാശയുടെ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം. ആഗോള മിഷൻ ദിനത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളതും അതുതന്നെയാണ്. ദരിദ്രർ, പീഡിതർ, നിരാശർ, അടിച്ചമർത്തപ്പെട്ടവർ എന്നിവരുടെ എല്ലാം പക്ഷം ചേർന്നുകൊണ്ട് കർത്താവിൻ്റെ നിലപാട് അതായിരുന്നു എന്ന് നമുക്ക് സുവിശേഷം വെളിപ്പെടുത്തി തരുന്നുണ്ടല്ലോ. അവരുടെ മുറിവുകളിൽ ആശ്വാസത്തിൻ്റെ തൈലവും പ്രത്യാശയുടെ വീഞ്ഞും അവൻ ഒഴുക്കുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത ശിഷ്യരുടെ സമൂഹമായ സഭയാകട്ടെ, ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ചെപ്പോഴും ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചിരുന്നത് അങ്ങനെയാണ്. ഈശോയുടെ പ്രേക്ഷിത ശിഷ്യന്മാർ എന്ന് വേണം. ക്രിസ്തു ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ പ്രേക്ഷിതരല്ലാത്ത ഒരു ശിഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ക്രിസ്തുവിനെ അവതരിപ്പിക്കാത്ത ഒരു ശിഷ്യനെ പറ്റി പറയാൻ പറ്റില്ല. അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും പ്രകടമാക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ സഭ ഇങ്ങനെയുള്ള പ്രേക്ഷിത ശിഷ്യരുടെ സമൂഹമാണ്. തൻ്റെ കർത്താവും ഗുരുവുമായ അവിടുത്തെ അനുസരിച്ചുകൊണ്ട് അതേ അരൂപിയിൽ സഭയുടെ ജീവിതം സകല ജനതകൾക്കുമായി അർപ്പിക്കേണ്ടതാണ്. അനുദിനം നേരിടുന്ന പീഡനങ്ങൾക്കും വേദനകൾക്കും വെല്ലുവിളികൾക്കും നടുവിലും, കൂടാതെ സഭാംഗങ്ങളുടെ ദൗർബല്യങ്ങൾ മൂലമുള്ള അപൂർണതകൾക്കും പരാജയങ്ങൾക്കും മധ്യേ അന്തിമ വിമോചനത്തിനായി കാത്തിരിക്കുന്ന മനുഷ്യരാശിയുടെ മുറവിളിയും സൃഷ്ടിജാലങ്ങളുടെ രോദനവും ഹൃദയത്തിൽ പേറിക്കൊണ്ടും ക്രിസ്തു സ്നേഹത്താൽ പ്രേരിതയായി സഭ ഈശോയോടൊപ്പം അവിടുന്നിൽ തൻ്റെ പ്രേക്ഷിത യാത്ര തുടരുകയാണ് ചെയ്യുന്നത്. സഭയുടെ ദൗത്യത്തെ മാർപ്പാപ്പ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. അത് നമ്മൾ ഓർക്കണം. പീഡനങ്ങളും വേദനകളും എല്ലാമുള്ള ഒരു ലോകത്ത് ദൗർബല്യങ്ങളുള്ള വിശ്വാസികൾ, നമ്മളും കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ അതേപടി നിറവേറ്റാൻ കഴിയാത്തവരാണ്. അങ്ങനെയുള്ളിടത്തും സൃഷ്ടിജാലങ്ങളുടെ രോദനം നമുക്കറിയാം. അതിനെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അവസ്ഥയാണത്. അത് ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് ക്രിസ്തു സ്നേഹത്താൽ പ്രേരിതയായി സഭ കർത്താവിനോടൊപ്പം അവിടുന്നിൽ തൻ്റെ പ്രേക്ഷിത യാത്ര തുടരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവളാണ്. അതാണ് പ്രേക്ഷിത ദൗത്യം നമ്മുടേത്. തൻ്റെ പാത പിന്തുടരാനായി, ഈശോയുടെ പാത തുടരാനായി കർത്താവ് എപ്പോഴും എല്ലാ കാലത്തേക്കുമായി വിളിച്ചിരിക്കുന്ന സഭ എല്ലാ കാലത്തേക്കും നിശ്ചയിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. നിശ്ചലമായ സഭയല്ല. അങ്ങനെയുള്ള സഭ നിശ്ചലമായി നിൽക്കുന്ന ഒരു സഭയല്ല. തൻ്റെ നാഥനോടൊപ്പം ലോകത്തിൻ്റെ തെരുവീഥികളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രേക്ഷിത സഭയാണ് ഇത്. മാർപ്പാപ്പ തന്നെ, ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രാന്മാരുടെ സിനഡിൻ്റെ ജനറൽ അസംബ്ലിയിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പ്രേക്ഷിതയായി തുടരുകയാണ്. കർത്താവായ ഈശോയുടെ പാത പിന്തുടർന്ന്, ഇപ്പം നമ്മൾ അതാണ് പിന്തുടരേണ്ടത്. ദൈവം നമ്മെ ജീവിക്കാൻ അനുവദിച്ചിട്ടുള്ള ഓരോ സ്ഥലത്തും സാഹചര്യത്തിലും അവിടുത്തോടുകൂടെ അവിടുന്നിൽ ഏവർക്കും പ്രത്യാശയുടെ അടയാളങ്ങളും സന്ദേശവാഹകരും ആകാൻ നമ്മളും പ്രചോദിപ്പിക്കപ്പെടട്ടെ എന്ന ആശംസയാണ് മാർപ്പാപ്പ നൽകുന്നത്. ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെല്ലാം ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത ശിഷ്യരെന്ന നിലയിൽ ഭൂമിയുടെ അതിർത്തികളോളം അവിടുത്തെ പ്രത്യാശയുടെ തിരി തെളിക്കണം. അതാണ് മാർപ്പാപ്പയുടെ ആശംസ, അല്ലെങ്കിൽ പ്രാർത്ഥന, അല്ലെങ്കിൽ ആഗ്രഹം. ഇതാണ് ആദ്യത്തേത്. കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ വഴിയിൽ, പാതയിൽ നമ്മൾ ജീവിക്കുന്ന കാര്യം, വ്യക്തിപരമായും സമൂഹപരമായും. മറ്റൊരു ചിന്ത മാർപ്പാപ്പ ഈ ലേഖനത്തിൽ നമ്മോട് പറയുന്നത്, ക്രൈസ്തവർ നമ്മളെപ്പറ്റി പറയുകയാണ്, ജനതകൾക്കിടയിൽ
പ്രത്യാശയുടെ സംവാഹകരും നിർമ്മാതാക്കളും ആകണം. അതാണ് ക്രൈസ്തവരുടെ ഒരു ദൗത്യം. നമ്മുടെ ഇന്നത്തെ ഒരു ദൗത്യം ഇതാണ്. ജനതകൾക്കിടയിൽ, മറ്റുള്ള ജനങ്ങൾക്കിടയിൽ പ്രത്യാശയുടെ സംവാഹകരും, നമ്മൾ പ്രത്യാശ കൊടുക്കുന്നവരാകണം, സംവഹിക്കുന്നവരാകണം, നിർമ്മാതാക്കളുമാകണം. കർത്താവായ ക്രിസ്തുവിനെ പിന്തുടരുന്ന ക്രൈസ്തവർ തങ്ങൾ കണ്ടുമുട്ടുന്നവരുടെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ പങ്കുചേരണം. എന്നിട്ട് സുവിശേഷം കൈമാറാനും പ്രത്യാശയുടെ സംവാഹകരും നിർമ്മാതാക്കളുമാകാനും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. തീർച്ചയായും ഇന്നത്തെ മനുഷ്യരുടെ, പ്രത്യേകിച്ച് ഈ ലേഖനത്തിൽ മാർപ്പാപ്പ ആവർത്തിച്ച് വിഷമിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള സൂചന നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ദരിദ്രരുടെയും കഷ്ടത അനുഭവിക്കുന്നവരുടെയും ആനന്ദവും പ്രതീക്ഷയും ക്ലേശവും തീവ്രവേദനയും, മിശിഹായുടെ ശിഷ്യരുടെ ആനന്ദവും പ്രതീക്ഷയും ക്ലേശവും തീവ്രവേദനയും തന്നെയാണ് എന്ന് അനുഭവിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ വേദന, ജനതകളുടെ വേദന ക്രിസ്തു ശിഷ്യരുടെയും വേദനയാണ് എന്ന് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അത് മാർപ്പാപ്പ ഉദ്ധരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സഭ ആധുനിക ലോകത്തിൽ എന്ന പ്രമാണരേഖയുടെ 1-ാം നമ്പറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത്. മാനുഷികമായി കാണപ്പെടുന്നവയിൽ ഒന്നും തന്നെ സഭയുടെ ഹൃദയത്തിൽ പ്രതിധ്വനി ഉയർത്താത്തതായില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. ക്ലേശങ്ങളെ, കഷ്ടതകളെ, വിഷമങ്ങളെ, രോഗങ്ങളെ, പീഡകളെ, അക്രമങ്ങളെ എല്ലാം അനുഭവിക്കുന്ന ഈ ലോകത്ത് അവയെപ്പറ്റി എല്ലാം നല്ല അവബോധമുള്ളവളാണ് സഭ, ഉള്ളവളായിരിക്കണമെന്ന് പറയുകയാണ്. 2-ാം വത്തിക്കാൻ സുനോദോസിൻ്റെ ഈ പ്രസ്താവന സഭ ആധുനിക ലോകത്തിൽ എന്ന രേഖയിൽ എല്ലാ കാലത്തെയും ക്രൈസ്തവ സമൂഹങ്ങളുടെ മനോഭാവത്തെയും ജീവിതശൈലിയെയും എടുത്തു കാട്ടുകയും സഭാംഗങ്ങളെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഇതര സഹോദരങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുകയാണ് ഇവിടെ 2-ാം വത്തിക്കാൻ കൗൺസിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ജനതകൾക്കിടയിൽ, അത് വിജാതീയർക്ക് വേണ്ടി അവരോടുള്ള പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റിയുള്ള രേഖയാണ്. ആദു ജന്തസ് എന്ന് ലാറ്റിൻ ഭാഷയിൽ അത് പറയും. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പ്രേക്ഷിത പ്രവർത്തനം, അവിടെ വിജാതീയരുടെ ഇടയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന മിഷണറിമാരെ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ്, നിങ്ങളെ പ്രത്യേകമായി ഞാൻ അനുസ്മരിപ്പിക്കുന്നു. എന്താണ്? നമ്മുടെ കർത്താവിൻ്റെ വിളി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവസ്നേഹം പങ്കുവയ്ക്കാൻ എല്ലാ ജനതകളുടെ ഇടയിലേക്കും ക്രിസ്തുവിനോട് ചേർന്ന് യാത്ര ചെയ്യുന്നവരാണ് എന്ന കാര്യം ഓർക്കണമെന്ന് പറയുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. എന്താണ്? എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കാൻ ശിഷ്യന്മാരയച്ച ഉത്തിതനായ കർത്താവിൻ്റെ ആഹ്വാനത്തിനുള്ള മറുപടിയായി നിങ്ങൾ ഇങ്ങനെ പോകുന്നതിനെ ഓർത്ത്, അന്ത്യമായി ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് ഈശോ നൽകിയ ആഹ്വാനം നമുക്കറിയാമല്ലോ. നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിക്കുന്നവരെ മാനസാന്തരപ്പെടുത്തുവിൻ, അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ എന്നതാണ്. മത്തായിയുടെ സുവിശേഷം 28:18-20 വാക്യങ്ങളാണ്. അതിൻ്റെ ഒരു മറുപടിയാണല്ലോ ജനതകൾക്കിടയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന നിങ്ങളുടെ ജീവിതം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ മാർപ്പാപ്പയുടെ സന്ദേശം തുടരുന്നതാണ്. നമുക്കറിയാം, 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈശോയോട് ചേർന്ന് ഈശോയുടെ വഴിയെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നതാണ് പ്രേക്ഷിത പ്രവർത്തനം. പ്രത്യാശയുടെ വലിയ സന്ദേശമാണ് കർത്താവിൻ്റെ ഉത്ഥാനം നമുക്ക് നൽകുന്നത്. അതിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് നാം നീങ്ങേണ്ടത് എന്ന കാര്യം ആദ്യമേ പറഞ്ഞു. രണ്ടാമത്, ജനതകൾക്കിടയിൽ പ്രത്യാശയുടെ സംവാഹകരാകണം നാം എന്ന ചിന്തയാണ് നൽകിയിരിക്കുന്നത്. നമുക്കതിൻ്റെ ചിന്തകൾ തുടരാം അടുത്ത എപ്പിസോഡിൽ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാം പ്രേക്ഷിത പ്രവർത്തനത്തിൽ കൂടുതൽ സജ്ജരാകാനും സഹായിക്കാനും
നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം.